എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വണ്ടിയാണ്. അതായത് എല്ലാ വണ്ടിയും എനിക്ക് ഒറ്റയടിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാരണം ഞാൻ ഓരോ വീഡിയോ ഇറക്കുന്നുണ്ട് മച്ചു. അപ്പോൾ ഇത് നമ്മുടെ TDR അൾട്ടിമേറ്റ് ഡുവൽ, അതായത് ഡുവൽ 2 സ്ട്രോക്ക് എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ ഇതൊന്നും പരിചയമില്ലാത്ത സെഗ്മെന്റ് ആണ്. നമ്മുടെ നാട്ടിലൊന്നും നമുക്കിപ്പോൾ ഒരു RX 100 35 എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രീറ്റ് വണ്ടി പോലെ പണ്ട് ഇറക്കിയവരാണ്. അപ്പോൾ ഇസഡൊക്കെ ഇറക്കിയപ്പോഴൊക്കെ ഒരു ചെറിയൊരു അഡ്വഞ്ചർ മുടക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തലോട്ടപ്പനായിട്ട് വരുന്നുണ്ട്. അതായത് TDR 250 അൾട്ടിമേറ്റ് ഡുവൽ ചേമ്പർ കാണിച്ചു കൊടുത്തരാം. അതായത് 2 പൈപ്പ് വന്നുണ്ട്. അത് ഇവിടെ നിന്ന് രണ്ടും ബാക്കിലേക്ക് പോണേണ്. ഭയങ്കര ഒരു അത് യമഹയുടെ എഞ്ചിനീയറിംഗില് ഒരു വ്യത്യസ്തമായ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതായത് ഒരു അഡ്വഞ്ചർ മൾട്ടി ഡുവൽ പർപ്പസ് വണ്ടി എന്നുള്ള രീതിക്ക് അവർ ഇറക്കി വിട്ട അവരുടെ ഐറ്റം വേണ്ട TDR അൾട്ടിമേറ്റ് ഡുവൽ. ഇതിന്റെ ഒരു വാക്കറൗണ്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ അത് ഇത് പക്കാ സ്റ്റോക്കാണ്ട്. ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് സ്റ്റോക്ക് ആക്കി വെക്കണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർ പലതും ഇതിൽ കയറ്റും, പക്ഷെ ഇത് ഇതിൻ്റെതായ ഭംഗിയിൽ ഇങ്ങനെ സ്റ്റോക്ക് ബൈക്കായിട്ട് ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ രസം. അതായത് പണ്ടത്തെ റെട്രോ 3 മീറ്റർ ആണ് മൊത്തത്തിലുള്ളത്. അതായത് ഒരെണ്ണം RPM ഉണ്ട്, 12K വരെ റെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 120 കിലോമീറ്റർ വരെ മൈലാണ്, 120 മൈൽ വരെയുള്ള ഒരു ഓഡോയും ഉണ്ട്, ഒരു ഫ്യൂവലും ഉണ്ട്, പിന്നെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതാണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള. അതായത് എപ്പോൾ വണ്ടി ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ്. ഞാൻ പറഞ്ഞ പോലത്തെ 2 സ്ട്രോക്ക് ആണ്, ഡബിൾ 2 സ്ട്രോക്ക്, ഡുവൽ 2 സ്ട്രോക്ക്. ഒരു ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ്. 88 തൊട്ട് 93 വരെ ആയതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സിംഗപ്പൂരൊന്നും ഉണ്ടാകാം, പല വണ്ടികളും മരിച്ചു കൊണ്ടാവണ്ട. പക്ഷേ ഇതേപോലത്തെ കളക്ടേഴ്സ് ഇവിടെ കീപ്പ് ചെയ്യണ ബൈക്ക് എന്ന് പറഞ്ഞില്ല. അതായത് പ്രഷ്യസ് ആണ്. അതായത് ഇതിന്റെ ഒന്നും പ്രൈസ് ടാഗ് പോലും ഇട്ടിട്ടില്ല. ഇതൊന്നും ഇവർ കൊടുക്കാൻ താല്പര്യപ്പെടാനുള്ള വെച്ചു.